ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട് അധ്യായം 2. ഹരിശ്രീ ഗണപതയേ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീസുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടൊരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണം മുര ചെയ്തു. ചൊല്ലേറും വൈശാഖത്തോടൊത്ത മാസങ്ങളില്ല, തുല്യതയില്ല കൃതയുഗത്തോടൊത്ത കാലം. ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും. തുല്യതയില്ല ഭാര്യയ്ക്കൊത്തൊരു സുഖം യഥാ, ചൊല്ലേറും കൃഷിക്കൊത്ത വിത്തവുമില്ലയല്ലോ. ജീവിതത്തോടു സമലാഭമില്ലൊന്നും നൂനം, കേവലം വീതാശനത്തോടവ്വാ തപസ്സൊന്നും. ധർമ്മങ്ങൾക്കൊന്നും ദയാ തുല്യതയില്ല പാർത്താൽ, ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ലയല്ലോ. സത്യത്തോടൊത്തോ രശസ്സും പുനരതുപോലെ, സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല. വൈശാഖവ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല, കേശവപ്രീതിക്കെന്നു ധരിക്കാ നൃപോത്തമ. തദ്വരഹീനന്മാർ ചെയ്യും സത്കർമ്മഫലം വിദ്രുതം സിദ്ധിക്കുമാറില്ലെന്നു നൂനമത്രേ. സുഹൃതഹീന തിര്യഗ്യോനിയെ പ്രാപിച്ചുടൻ അഖില കർമ്മ ബഹിഷ്കൃതനായി വരുമെടോ. ഭക്തിയില്ലെന്നാകിലും ഈ വ്രതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരുമവൻ മുക്തിയും സിദ്ധിച്ചിടും. ബഹുവിത്തങ്ങൾ കൊണ്ടു ദാനങ്ങൾ ചെയ്താകിലും ബഹുകർമ്മങ്ങൾ അശ്വമേധാധി ചെയ്താകിലും. ദേഹികൾ വൈശാഖമാം വ്രതത്തെ ചെയ്തിടായിൽ ജനിക്കും ഭൂയോ ഭൂമൗ. മാധവ സ്നാനം ചെയ്താൽ ജനിക്കയില്ല പിന്നെ സഫലം സർവം. കർമ്മഫല സർവം സഫലം സർവം കർമ്മം. അന്നദാനാദിധർമ്മ കർമ്മങ്ങളെല്ലാറ്റിനും മന്നവ ജീവനായ തീവ്രതയറിഞ്ഞാലും. വിവിധ ദാനങ്ങളിൽ ഉത്തമം ജലദാനം അവധിഹീനമതു വൈശാഖേ വിശേഷിച്ചും. സർവതീർത്ഥങ്ങളുടെ സദ്ഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായിക്കൂടി. വൈശാഖേ ജലദാനം പുണ്യവും ഒന്നിൽ ചേർത്തു സംശയം തീർപ്പാൻ പുരാ തുല്യമായി തൂക്കുന്നേരം. ഏറത്തൂങ്ങിയതമ്പുദാനത്തിൻ ഫലമെടോ. നേരത്രേ പറഞ്ഞതു ഭൂപതേ ധരിച്ചാലും. തനിക്കു സാധ്യമല്ലെന്നാകിലന്യനെ കൊണ്ടു തനിച്ച ഭക്തിയോടെ ചെയ്യിച്ചാനെന്നാകിലും അല്പമായ പുണ്യം ഭവിക്കുമവൻ പിന്നെ ജനിക്കയില്ല ഭൂമൗ ധരിക്കാ നൃപോത്തമ. മാർഗപീഡിതരായ ജനങ്ങൾക്കിരിപ്പാനായി മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്തമ്പുദാനം ചെയ്താൽ തരസാ കോടി കുലമുദ്ധത്യ വിഷ്ണുലോകേ സരസം പൂജ്യനാകുമവനെന്നറിഞ്ഞാലും. ദേവകൾ പിതൃക്കളും ഋഷികൾ ഇവരെല്ലാം ആവോളം പുകഴ്ത്തുന്ന
സത്പാത്രദാനം തന്നെ വ്യജനം ഛത്രം ജലമെന്നിവ ഭക്തിയോടും ദ്വിജനുദാനം ചെയ്താൽ എത്രയും പുണ്യം സഖേ. മാധവമാസത്തിങ്കൽ കുടുംബിയായിടുന്ന ഭൂദേവനൊരു ജലകുംഭത്തെ നൽകിയിടാഞ്ഞാൽ ചാതകമായി തന്നെ ജനിക്കുമവൻ, അതിനേതും സംശയമില്ല. ഭൂപതേ ധരിച്ചാലും കുടുംബിയായ വിപ്രൻ തനിക്കോ ദൃഢം പയോഘടദാനത്തെ ചെയ്താൽ അവനു വിശേഷിച്ച് 10,000 രാജസൂയം ചെയ്തതിനോടു സദൃശ ഫലമുണ്ടെന്നറിക മഹാമതേ. അതിദീനത പൂണ്ടുവരുന്ന ജനങ്ങളെ സഹൃദയനായി വീശിയെന്നാകിലവൻ, പിന്നെ അധിക പാപങ്ങളും വേർപെട്ടു വിമാനത്തിനധിപനായും വരും. ഇല്ലകില്ലതിനെടോ സാദരം വ്യജനത്തെ ദാനം ചെയ്തിടാത്തവൻ വാതരോഗിയായേറ്റം ദുഃഖമാസ്വദിക്കേണം. വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു തന്നെ ദ്വിജനെ വീടുകില അജലോകത്തെ കെട്ടും. മോദേന കാലവ്യജനാദികൾ നൽകിയിടായിൽ യാതനാ ദുഃഖം പൂണ്ടു ഭൂമിയിൽ പിറന്നവൻ കശ്മലനാകും. അവൻ അധ്യാത്മാകാദി ഭുജിച്ച ആത്മദുഃഖേന വസിച്ചിടുമെന്നറിഞ്ഞാലും വൈശാഖമാസഛത്രദാനം ചെയ്തിടാത്തവൻ പൈശാചവംശേ നിഴൽ കൂടാതെ വനം തന്നിൽ ക്രൂരചേതസാ പിറന്നാതപങ്ങളവുമേറ്റു ഭൂരിവത്സരം കാലമുഴലും അവനോ പാതകദാനം ചെയ്ത മനുഷ്യൻ തന്നെ കണ്ടാൽ രീതി പൂണ്ടന്തകൻ്റെ ദൂതന്മാരൊളിച്ചിടും. മാധവമാസം തന്നിൽ സാദരം ദാനമെന്നാൽ മാധവലോകം തന്നിലാധി തീർന്നിരുന്നിടാം. ഐഹിക സുഖങ്ങളും അധികം രുചിച്ചിടാം. മഹിത ഗുണാംബുദേ സുദൃഢം മഹീപതേ. പാതുകം ചോദിച്ചിടും ഭൂദേവ ശ്രേഷ്ഠനതു മാധവേ ദാനം ചെയ്ത ഏതും സംശയമന്യേ. കോടി ഭൂപാലജന്മാം അവനു സിദ്ധിച്ചിടും കൈടഭവൈരിയുടെ കൽപ്പിതമേവമെടോ. ചൊൽപ്പെങ്ങും പെരുവഴിയമ്പലം നിർമ്മിച്ചൊരു സൽപുമാനുടെ പുണ്യപൗരുഷം നിരൂപിച്ചാൽ വർണ്ണിപ്പാൻ ശക്തി പോരാ ഭൂതലവാസികൾക്കും വിണ്ണിലുള്ളവർകൾക്കും നിർണയം ധരാപതേ. മധ്യാഹ്നമാർഗശാന്തനായ ഭൂദേവനന്നം ബദ്ധസന്തോഷത്തോടും നൽകിയിടുന്നവനുടെ പുണ്യത്തിന് അവസാനമില്ലെന്നു നിരൂപിച്ചു. പുണ്ടരീകോദ്ഭൂതനോമീ വണ്ണമരുൾ ചെയ്തു. അന്നദാനത്തിൻ ഫലമെങ്ങനെ ചൊല്ലുന്നു ഞാൻ, മന്നവ മറ്റൊന്നില്ല തുല്യമായുര ചെയ്യുവാൻ. അന്നമില്ലാഞ്ഞാൽ അർത്ഥപുത്രഭാര്യാദി ഗൃഹം എന്നിവ സഫലമല്ലെന്നതും നൂനമല്ലോ. വസ്ത്രാദ്യലങ്കാരാദി ഭൂഷണജാലങ്ങളും എത്രയും ദുഃഖമന്നം ഭുജിച്ചിടാഞ്ഞാലെടോ. അന്നം വൈശാഖേ നൽകിയിടാത്തവൻ പിശാചായി തന്നുടെ മാംസം തന്നെ ഭുജിച്ചു ദുഃഖിച്ചിടും. ശക്തിക്കു തക്കവണ്ണം ദാനം മാധവയെ വേണം. ഭക്തിയും സന്തോഷവും ഉൾക്കൊണ്ട ഫലം വരൂ. അന്നതൻ മാതൃപിത്രാദികളെ മറക്കുന്നു, അന്നത്തെ പുകഴ്ത്തുന്നു ത്രൈലോക്യവാസികളും. അന്നദാതാരം പിതാവെന്നതുപോലെ തന്നെ ധന്യരായുള്ള ജനം വന്ദനം ചെയ്തിടുന്നു. സർവദേവതമാരും സർവതീർത്ഥവും പിന്നെ സർവദേവനും അന്നദാനത്തിൽ നിന്നിടുന്നു. ഇന്ദിരാവരനുടെ ശാസനമേവമെന്നു മന്നവശിഖാമണേ മാനസേ ധരിക്കെടു. ചൊല്ലേറും വൈശാഖമാഹാത്മ്യത്തിൻ 2 അധ്യായം ചൊല്ലിനേ ശേഷം ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ചൊല്ലേറും വൈശാഖമാഹാത്മ്യത്തിൻ 2 അധ്യായം ചൊല്ലിനേ ശേഷം ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ഇത് വൈശാഖമാഹാത്മ്യേ ദ്വിതീയോധ്യായ സമാപ്തഃ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.